ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. യേശുക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ജൂൺ 12 ആണ്ടുവട്ടം 10 വാരം വ്യാഴാഴ്ച, തിരുസഭാ മാതാവ് നമുക്ക് വചന വിചിന്തനത്തിനായി തരുന്ന സുവിശേഷ ഭാഗം മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 20 മുതൽ 26 വരെയുള്ള തിരുവചനങ്ങളാണ്. യേശുനാഥൻ നിയമത്തെ അസാധുവാക്കാനല്ല, അത് പൂർത്തിയാക്കാനാണ് വന്നത്. യേശുനാഥൻ ഒരു നിയമത്തെ ഇല്ലാതാക്കാനല്ല, മറിച്ച് ആ നിയമത്തിൻ്റെ അന്തരാർത്ഥത്തിലൂടെ അതിനെ അനുസരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്ന് പറയുവാനാണ്. യേശുനാഥനെ സംബന്ധിച്ചിടത്തോളം രക്തം ചിന്തുമ്പോഴല്ല കൊലപാതകം എന്ന തിന്മ, പാപം സംഭവിക്കുക, മറിച്ച് അതിൻ്റെ മൂലകാരണങ്ങൾ മറ്റൊരുവൻ്റെ സ്വഭാവത്തിൽ പ്രകടമാകുമ്പോൾ മുതലാണ്. തൻ്റെ സഹോദരനോട് മര്യാദയില്ലാതെ പെരുമാറുന്നത്, അനാവശ്യമായിട്ട് കോപിക്കുന്നത്, സഹോദരനെ അഭിമാനിക്കുന്നത്, സഹോദരനെ അധിക്ഷേപിക്കുന്നത് എന്നിവയൊക്കെ കൊലപാതകത്തിൻ്റെ തന്നെ സാധ്യതയുള്ള വിത്തുകളാണ്. അതുകൊണ്ടാണ് യേശുനാഥൻ പറയുക, കൊലപാതകത്തിലേക്ക് നയിക്കുന്ന പെരുമാറ്റത്തിൻ്റെ സൂക്ഷ്മമായ പ്രകടനങ്ങൾ പോലും നമ്മിൽ നിന്ന് എടുത്തു മാറ്റണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ രക്തം ചൊരിയപ്പെട്ടുകൊണ്ടുള്ള കൊലപാതകം ചെയ്യുന്ന തെറ്റിനോട് പ്രാധാന്യം ഉള്ളതാണ് തൻ്റെ സഹോദരൻ്റെ ജീവിതം, അല്ലെങ്കിൽ തൻ്റെ സഹോദരൻ ഉപയോഗശൂന്യനാണ്, വിലകെട്ടവനാണ് എന്നുള്ള ചിന്ത, മനോഭാവം നമ്മിൽ വളർത്തിയെടുക്കുന്ന പ്രവണത ആരംഭിക്കുമ്പോഴും ഉണ്ടാവുക. കോപം, അവഹേളനം, ചീത്ത വിളിക്കൽ തുടങ്ങിയ ചെറിയ തെറ്റായ പ്രവണതകൾ നമ്മെ കൊണ്ടെത്തിക്കുക കൊലപാതക ചിന്തകളിലേക്കാണ്. ഇതിൻ്റെ ഗുരുതരമായ അവസ്ഥ, ഇത് ഗുരുതരമായ പാപമാണെന്ന് നാം പലപ്പോഴും തിരിച്ചറിയുന്നില്ല. പലപ്പോഴും നാം വലിയ കാര്യങ്ങൾ ഒഴിവാക്കാനാണ് ശ്രമിക്കുക. എന്നാൽ വലിയ കാര്യങ്ങൾ ഒഴിവാക്കുന്നത് പോലെ അത് ചെറിയ കാര്യങ്ങളിലൂടെ നിയന്ത്രിച്ചു തുടങ്ങണമെന്ന് യേശുനാഥൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു തിന്മയ്ക്ക് കാരണമാകുന്ന അടിസ്ഥാനങ്ങൾ, അടിവേരുകൾ ഇല്ലാതാക്കി നന്മയിൽ ജീവിക്കാൻ യേശുനാഥൻ പ്രത്യേകം നമ്മെ ക്ഷണിക്കുന്നു. ക്രിസ്തു ശിഷ്യരായ നാം, ക്രിസ്ത്യാനികളായ നാം ഈ ലോകത്തിലെ സാധാരണ മനുഷ്യരാണെങ്കിലും അതിസ്വാഭാവികമായ രീതിയിൽ ജീവിക്കുവാനും നമ്മുടെ സഹോദരങ്ങളോട് പെരുമാറാനും ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. നമ്മുടെ സഹോദരരോട് കരുണ കാണിക്കുന്നതിൽ, അവരോട് തെറ്റുകൾ ക്ഷമിക്കുന്നതിൽ, നീതി പുലർത്തുന്നതിൽ, സ്നേഹിക്കുന്നതിൽ, അങ്ങനെ സൽപ്രവൃത്തികൾ ചെയ്യുന്നതിൽ മറ്റുള്ളവരെ നാം അതിശയിപ്പിക്കേണ്ടിയിരിക്കുന്നു. വിശുദ്ധ യൗസേപ്പിതാവ് അതിശയിക്കുന്ന രീതിയിൽ നീതിമാൻ ആയിരുന്നതിനാലാണ് പരിശുദ്ധ കന്യകാമറിയത്തെ അപമാനിതയാകാൻ വിട്ടുകൊടുക്കാതെ സംരക്ഷിച്ചത്. നിയമങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും അപ്പുറം സ്നേഹത്തിൻ്റെ പുതിയ സന്ദേശം ലോകത്തിനും നമുക്ക് നൽകിയ യേശുവിൻ്റെ ജീവിതത്തിന് നാം സാക്ഷികളായി തീരുമ്പോഴാണ് നമ്മുടെ നീതിയും കരുണയും നന്മയും മറ്റുള്ളവരെക്കാൾ അതിശയിക്കുന്നതായിട്ട് തീരുന്നത്. നമ്മുടെ ദൈവം യേശുനാഥൻ അർഹിക്കുന്നതിനേക്കാളേറെ നൽകുന്നതിൻ്റെ, അർഹിക്കുന്നതിനേക്കാളേറെ സ്നേഹിക്കുന്നതിൻ്റെ പ്രതീകമാണ്. ഇപ്രകാരം കൂടുതൽ കൊടുക്കുന്നവൻ്റെ ഉദാരഭാവമാണ് ഒരുവനെ ക്രിസ്തു ശിഷ്യനാക്കുന്നത്. നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നതിലപ്പുറമായിട്ട് ദൈവത്തിൻ്റെ സ്നേഹത്തെ പ്രതി അവർക്ക് നമ്മെ തന്നെ നൽകാൻ കഴിയുമ്പോൾ, നമ്മുടെ പ്രിയപ്പെട്ടതായിട്ടുള്ളത് അവർക്ക് വേണ്ടി ചിലവഴിക്കാൻ കഴിയുമ്പോൾ നാം ശിഷ്യന്മാരായിട്ട് ശിഷ്യത്വത്തിൻ്റെ മൂർത്തതയിലേക്ക് എത്തിച്ചേരുകയാണ്. ദൈവത്തിൻ്റെ പുത്രനും പുത്രിയുമായ നാം ഈ ദൈവത്തിൻ്റെ ഉദാരതയിൽ പങ്കുപറ്റണം. ന്യായമായി ചെയ്യാൻ കടപ്പെട്ടതിനേക്കാൾ കൂടുതൽ കൊടുക്കണം. സ്നേഹിക്കാൻ കടപ്പെട്ടതിലുമധികം സ്നേഹിക്കണം. നമുക്ക് മുൻപിൽ കുനിഞ്ഞു നിൽക്കുന്നവരെ, എളിമയോടെ ആയിരിക്കുന്നവരെ ശിരസ്സുയർത്തി പിടിച്ചു നിൽക്കാൻ സഹായിക്കുന്ന പുണ്യം നമ്മളിവിടെ നൽകണം. ഇപ്രകാരം മറ്റുള്ളവരെ ഉയർത്തിക്കൊണ്ടുവരാൻ സഹായിക്കുന്നതിൻ്റെ ഈ പുണ്യത്തെ തന്നെയാണ് ആത്മീയത എന്ന് വിശേഷിപ്പിക്കുക. ദൈവമേ, മനസ്സുകൊണ്ട് ആർക്കും ദുഃഖം കൊടുക്കാൻ അനുവദിക്കല്ലേ എന്നെപ്പോഴും നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.